ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ ഉണ്ടാകാണ്ട് പിടിച്ചു വെക്കാൻ അങ്ങനെ ഞാൻ നിൽക്കില്ല. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. നൻപകളെ 2 ദിവസം മുന്നേ നമ്മുടെ ചാനലാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് അനിയത്തി ഒളിച്ചോടിപ്പോയേക്കുന്ന ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട്. ഞാൻ ആ ഒരു വീഡിയോയുടെ ആ ഒരു ബൈറ്റ് ചെറുതായിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്ക്. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് വർഷങ്ങളോളം ഇവര് പ്രണയത്തിലാണ്. അതായത് ഓർക്കണം, സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഓക്കെ, ഇവർക്കാണ് 2 മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഈ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഒരു കല്യാണം ഉറപ്പിച്ചു. ആ ഒരു കല്യാണത്തിന് താല്പര്യമില്ല. വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ആ ഒരു കല്യാണത്തിലോട്ട് പോയിട്ടുള്ളത്. അപ്പം ഈ ഒരു കല്യാണത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നേരെ ഈ ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഒളിച്ചോടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഉണ്ടായിട്ടുള്ള ആ ഒരു കുൽസിതം പരിപാടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ആ ഒരു വീഡിയോക്കകത്ത് ഇട്ടിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർ മറ്റൊരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. അത് എനിക്ക് ചെക്കന്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന അന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. അപ്പൊ ഇതുവരെ പോയില്ലേ? അന്ന് എങ്ങോട്ടോ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഇവര് പോയിട്ടില്ല. ഇപ്പൊ സാലറി കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു വീഡിയോ ആണെങ്കിൽ ഇനി കാണാൻ ഒരാളും ഇല്ല. മില്യൺസ് ഓഫ് റീച്ച് കിട്ടിയേക്കുന്ന ഭയങ്കര വൈറലായിട്ടൊരു വീഡിയോ ആണ്. ഇവർ ഇട്ട ഫസ്റ്റ് വീഡിയോയും വൈറലാണ്, ഇപ്പൊ രണ്ടാമത്തേക്ക് ഈ ഒരു വീഡിയോയും വൈറലാണ് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇവിടെ ഒളിച്ചോടി പോവാണ്, നാട്ടുകാരെ മൊത്തം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടാണ് ഇവരിങ്ങനെ ഒളിച്ചോടി പൊക്കോണ്ടിരിക്കുന്നതും കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാലറി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അതുവരെ പിടിച്ചു നിൽക്കുകയാണ് ശരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ്. ഒന്നിനും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ, എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാകുമ്പോൾ, അല്ലെങ്കിൽ മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള എല്ലാവിധ അവകാശം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അത് ഏതൊരാൾക്കും അങ്ങനെയാണ്. സ്വന്തം ജീവിതം ഏത് രീതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാം. പക്ഷേ സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡിനുമായിട്ട് വിളിച്ച് ഇറങ്ങി പോകുന്നതാണോടെ ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സ്വന്തം രീതി, അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നത്? മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം എന്നുള്ളതാണോ? നമ്മുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അറിയാമേലത്തോട് ചോദിക്കുകയാണ്. ഒന്നുമില്ലല്ലോ, ഇപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോക്കകത്തും പറഞ്ഞിട്ടുള്ളതാണ്, സ്വന്തം ഭാര്യ ഉള്ള ടൈമിൽ തന്നെ നിന്റെ പുറകെ വന്നിട്ട് ആ മക്കളെ ഇവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്ന ഇയാള് നാളെ നിന്നെക്കാട്ടി നല്ലൊരുത്തിയെ കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ പുറകെ പോകും. അത് മനസ്സിലാക്കാനുള്ള 22 വയസ്സായി, ഇപ്പൊ സ്വന്തം തീരുമാനം എടുക്കാനുള്ള ഒരു പ്രായമുണ്ട്, പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതേ ഇവക്ക് തന്നെ ആണെങ്കിൽ അതിനെ പറ്റിയിട്ട് ചിന്തിക്കാനുള്ള ബോധമില്ലേ? ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം. അപ്പോ ഇതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആരും ഞങ്ങൾ അന്വേഷിക്കാൻ പിടിക്കാനേ വരരുത്. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ ഒന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ ഉണ്ടാകാണ്ട് പിടിച്ചു വെക്കാൻ അങ്ങനെ ഞാൻ നിൽക്കില്ല. ആ മനസ്സാരും കാണാതെ പോരുത്. ചേച്ചിക്ക് എപ്പോഴെങ്കിലും ചേട്ടനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ വിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശം കൊടുക്കുകയാണ്. ഈ പോക്കൃതരം മൊത്തം കാണിച്ചിട്ട് പറയാണ്. ഓക്കെ, ആ ചേച്ചിയോട് ഭയങ്കര സ്നേഹമുള്ളതാണ്. ആ ചേച്ചിയുടെ അവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്. കാര്യം അന്നിട്ട വീഡിയോക്കകത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു. ഇവരുടെ ബന്ധം അവരുടെ ചേച്ചിക്ക് അറിയാമായിരുന്നു. ഓക്കെ, ചേച്ചിക്ക് അറിഞ്ഞിട്ട് ചേച്ചി മിണ്ടാതെ പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. എടാ, എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് പോയിട്ട് പറയുക? അതായത് എന്റെ അനിയത്തിയും ഹസ്ബൻഡും തമ്മിൽ അവിഹിത ബന്ധമാണെന്ന് എങ്ങനെയാണ് ഒരു ലേഡി പോയി പറയുക? ആ ഒരു ലേഡിയുടെ ഒരു ഗതികെട്ട ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പം സംഭവം ഭയങ്കര കോമഡി ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇതിനകത്തുള്ള സീരിയസ്നെസ് ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ആ ഒരു ലേഡിയുടെ ആ ഒരു മാനസികാവസ്ഥ. ഇവരെന്നിട്ട് ഇങ്ങനെ വീഡിയോസ് നിരന്തരം ഇട്ടിട്ട് ഇത്തരം ലോകം മൊത്തം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് പിന്നെയും ആ ഒരു ലേഡിയായിട്ട് അറിയുന്ന ആളുകളുണ്ട്. ഈ ഒരാളെ, ഈ ഒരു മീശ വെച്ചിരിക്കുന്ന പുന്നരമോനെ ആണെങ്കിൽ അറിയുന്ന ആൾക്കാരുണ്ട്, ഈ ഒരു പെൺകുട്ടീനെ അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ലേഡീനെ അറിയുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഈ ഒരു തീർച്ചയായിട്ടും ഇങ്ങനെ ചോദ്യങ്ങളും കുത്തുവാക്കുകളൊക്കെ കേട്ട് ആ ഒരു ചേച്ചി ഇപ്പം എന്തോരം സഫർ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലേ? കാര്യം സ്വന്തം അനിയത്തിയാണ്. വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ പിന്നെ അയാളുടെ ആ ഒരു സ്വഭാവത്തിന്റെ പ്രശ്നമാണ് എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് വിടാമായിരുന്നു. ഇത് അയാളെ പറ്റിയിട്ട്, സ്വന്തം ഹസ്ബൻഡിനെ പറ്റിയിട്ട് മാത്രമല്ല ആ ഒരു ലേഡിക്ക് പറയേണ്ടി വരുന്നത്, സ്വന്തം പെങ്ങളെ പറ്റിയിട്ട് വരെ ഇങ്ങനെ പറയാം. അത് സ്വന്തം പെങ്ങളുടെ കൂടാണ് എന്റെ ഹസ്ബൻഡ് ഒളിച്ചോടി പോയെന്നൊക്കെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഒരു ഗതികെട്ട അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് വീഡിയോക്കകത്തിലാണെങ്കിൽ ഈ മീശം വെച്ചിരിക്കുന്ന ഈ പൊന്നുമാൻ പറയുന്ന കാര്യം കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഞങ്ങളെ ആരും വരരുത്, ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ
പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. തിരിച്ചു വരുമെന്ന് ഒരിക്കലും അന്വേഷിച്ച് വരരുതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവരെയൊക്കെ എന്തിനാണ് അന്വേഷിച്ച് പോകേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ ഇതൊക്കെ ഇങ്ങനത്തെ പാഴ്ജന്മങ്ങളെ അങ്ങനെ അങ്ങ് വിട്ടേക്കുക. എന്നിട്ട് പറയാം സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡിനെ അടിച്ചുകൊണ്ട് പോയിട്ട് പറയാണ് ഇത് എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് അതിൻ്റെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. മറ്റൊരാളുടെ ജീവിതം തകർത്തിട്ടാണ് ഈ പറയുന്ന വലിയ താളമൊക്കെ അടിക്കുന്നത്. പിന്നെ ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുകാരണമാണ് ഞാൻ ഈ ഒരു കളി കളിക്കണം. എന്തോന്ന് ഈ ഒരു കളി കളിക്കണം. അത് ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് അത്രയ്ക്ക് പറ്റാഞ്ഞിട്ടാണ് നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഒളിച്ചോടി പോയിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ അത്രയധികം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. എന്തിനാണ് ഇവരുടെ പിന്നാലെ പോകുന്നത്? ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രണയമാണ് ഇവര്. ഓക്കെ, വളരെ ആത്മാർത്ഥമായിട്ടുള്ള, നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം കാരണം ഒരു ആർമിക്കാരനാണെങ്കിൽ ഈ പറഞ്ഞ ആർമിയിൽ ജോലി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു പെൺകുട്ടിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയതിന്റെ പേരിൽ ആ ഒരു പെൺകുട്ടി അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിന്റെ പേരിൽ അയാളെ വിട്ടു പിരിയാൻ പറ്റാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇവരും പറയുന്നത് ഇവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണെന്നുള്ളത്. സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അടിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് സ്വന്തം ചേച്ചീനെ ആണെങ്കിൽ സ്വന്തം ചേച്ചിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് പറയാണ് ആത്മാർത്ഥമായിട്ടുള്ള ജീവിതമാണെന്നുള്ളത്. ആൻഡ് ഇവർ അന്നിട്ട ഒരു വീഡിയോയുടെ ഒരു ബൈറ്റും കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. കണ്ടല്ലോ, വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് പോലും ഞാൻ ലാസ്റ്റിന്റെ വീഡിയോക്ക് അത് പറഞ്ഞിട്ടുള്ളത്. അതായത് എങ്ങനെയാണ് നമ്മൾ വാക്കുകൾ നമ്മളിപ്പം കൂടുതലും സെൻസർ ചെയ്താണ് നമ്മൾ സംസാരിക്കുക. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല. നിങ്ങൾക്കിപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു ലേഡിയുടെ ഒരു മക്കളുണ്ട്, ഇനി അവരെയൊക്കെ വളർത്തി ജീവിക്കേണ്ട ഒരു ലേഡിയാണ്. ആ ഒരു ടൈമിൽ ഒരു ഹസ്ബൻഡാണ് ചെയ്തേക്കുന്ന പരിപാടിയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, സ്വന്തം ഭാര്യയുടെ അനിയത്തിയായിട്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു അച്ഛന്റെ സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെയാണ് പലരും കാണുക. അല്ലെങ്കിൽ ഒരു സ്വന്തം ചേട്ടന്റെ സ്ഥാനത്തായിരിക്കും പലരും കാണുക. ആ ഒരു ബന്ധത്തിനെ ഈ ഒരു രീതിയിലൊക്കെ എങ്ങനെയാണ് ഇതിനൊക്കെ നമ്മൾ പറയുക? എനിക്ക് പറയുമ്പോഴാണെങ്കിൽ നമ്മൾ നല്ല വർത്താനം പറയേണ്ടതായിട്ട് വരും. ഞാൻ കൂടുതൽ സെൻസർ ചെയ്ത് ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവർ പിന്നെ ഇത്തരം വീഡിയോസുമായിട്ട് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണെങ്കിൽ ആ ഒരു ലേഡിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇവര് ഇങ്ങനെ ഇട്ടിട്ട് പോയതോ പോട്ടെ എന്ന് വെക്കാം. അങ്ങനെ നമുക്ക് പോട്ടെ എന്ന് അങ്ങനെ വെക്കാൻ പറ്റില്ല ആ ഒരു ലേഡിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ. എന്നിരുന്നാലും ഇതിനുശേഷം ഇവർ ഇത്തരം വീഡിയോസ് നിരന്തരം ഇട്ടുകൊണ്ട് ആ ഒരു ലേഡിയുടെ അടുത്ത് ചെയ്തേക്കുന്ന ഒരു ക്രൂരത നിങ്ങളൊന്ന് ആലോചിക്കുക. സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നടക്കേണ്ടതാണ്. പിന്നെ ഈ ഫസ്റ്റ് ഇട്ട് ഇവർ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് തൊലി ഉരിഞ്ഞു പോയി ഇവർ കാണിച്ചു കൂടുന്ന കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്കിന്. ഓക്കെ, പിന്നെ ഇത് കണ്ടിട്ട് പലരും ചോദിക്കായിരിക്കും പിന്നെ നീ എന്താണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ട് എല്ലാവരെയും കൂടെ പിന്നെ അറിയിക്കുന്നുള്ളത്. ഓൾറെഡി ഒരു വീഡിയോ കാണാനെ കൊണ്ട് ഇനി ആരുമില്ല. കാര്യം വൈറലായിട്ടുള്ള മില്യൺസ് ഓഫ് റീച്ച് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് വരുന്ന അല്ലെങ്കിൽ പബ്ലിക്കിലോട്ട് വരുന്ന വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുന്നതാണ്. ഇത് ആരുടെയും നമ്മൾ പോയിട്ട് മോഷ്ടിച്ചെടുത്തുകൊണ്ട് വന്നേക്കുന്ന ഒരു സാധനമല്ല എന്നുള്ളത് കൂടി പറഞ്ഞുകൊള്ളുന്നു. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.